ആരോഗ്യം തിരിച്ചു കിട്ടി, വാനമ്പാടിയുടെ ഓർമ്മ വന്നു, അതോടെ സംഗീതവും തുടങ്ങി. അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അത് കള കണ്ടാ എനിക്ക് മനസ്സിലാവില്ലേ? ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ചേട്ടന് അതെങ്ങനെ മനസ്സിലാവും? ഇന്നലെ വരെ മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഓ, അപ്പോൾ ചേട്ടനും... അതെ രാജു, ഞാനും ഒരു വാനമ്പാടിയെ കണ്ടെത്തി. എന്റെ വാനമ്പാടിയെ പോലെയല്ല, ഊരും പേരും ഒക്കെ ഉണ്ട്. അതെ, ആരാണ് ഈ ഭാഗ്യവതി? എസ്റ്റേറ്റിലെ മേസ്ത്രിയുടെ മകൾ മീന. മേസ്ത്രിയുടെ മകളോ? എന്താ, ഒരു മേസ്ത്രിയുടെ മകൾക്ക് എന്റെ ഭാര്യയാകാൻ പാടില്ലേ? അവർ പെണ്ണല്ലേ? അയ്യോ, അതല്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ മീന, അവളെന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു. എങ്കിൽ വിവാഹം ഉടനെ നടത്തണം. എനിക്കാരുമില്ല രാജു, നീയും അമ്മയും മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തും. ഇന്ന് ഗോപാലമേസ്ത്രി വരും, നീ അയാളുമായി സംസാരിക്കും. ശരിയേട്ടാ. ബൈ ദ ബൈ, യു ആർ ഓൾ റൈറ്റ് നൗ. അടുത്ത മാസം കൽക്കട്ടയിൽ നടക്കുന്ന ടൂർണമെന്റിന് തീർച്ചയായും നിനക്ക് പോകാമെന്ന് തോന്നുന്നു. ഞാൻ ടൂർണമെന്റിൽ വിജയിക്കുമെങ്കിൽ അത് ചേട്ടന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും. അവിടെയാണ് മരണപ്പാറ. വല്ലാത്ത പേര്. അവിടെ നിന്ന് കടൽ കാണാൻ എന്ത് മനോഹരമാണെന്ന്. രാജു, എന്താ ചേട്ടാ? മീനെ അവിടെ കൊണ്ടുപോയി കടൽ കാണിക്കും. എനിക്ക് പേടിയാവുന്നു. അതിനല്ലേ രാജുവിനെ കൂടെ അയക്കുന്നേ. യു ഷുഡ് നോട്ട് മിസ് ദി ഫാന്റാസ്റ്റിക് സൈറ്റ്. ഇന്നെന്താണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എനിക്കറിയില്ല. എന്തായാലും ചേട്ടൻ എന്നേക്കും സന്തോഷത്തോടുകൂടി കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. ഏതായാലും ചേട്ടൻ ഭാഗ്യവാൻ തന്നെ. മീന ചേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്കിവിടുന്ന് പോകാം. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ചുറ്റും മരണം പതിയിരിക്കുന്നത് പോലെ തോന്നുന്നു. സ്ത്രീകൾ എന്നാലും സ്ത്രീകൾ തന്നെ. വരും, നമുക്കിവിടെ നിൽക്കണ്ട. ഇത്രയും മനോഹരമായ സ്ഥലം നീ വേറെ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ കണ്ടത് മതിയായി. മീന വല്ലാതെ ഭയന്നുപോയി. മീന ഇവിടെ വിശ്രമിച്ചു. രാജു, എന്താ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ആ കാഴ്ച ഞാനും ഒന്ന് കണ്ടോട്ടെ. വരൂ രാജു. രാജു, നീ മീനെ കണ്ടോ? കണ്ടു. എന്താ, നിനക്ക് ഇഷ്ടമായില്ലേ? ഓ, പിന്നെന്താ വല്ലായിരിക്കുന്നത്? വരുന്ന വഴിക്ക് ഞാൻ എന്റെ വാനമ്പാടിയെ കണ്ടു. അവൾ വേറൊരാൾ വിവാഹം കഴിച്ചു കേട്ടാ. അന്ന് എനിക്കറിയാമായിരുന്നു അവൾ നിന്നെ വഞ്ചിക്കുമെന്ന്. സാരമില്ല, അവൾ നഷ്ടപ്പെട്ടത് ഒരു ഭാഗ്യമായി കരുത്. ഏതോ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടതായി കരുതി സമാധാനിക്കും. നീ പോയി വിശ്രമിക്കും. എന്റെ അനിയനെ പറ്റിയ വാനമ്പാടിയെ ഈ ചേട്ടന് കണ്ടുപിടിക്കും. എന്നിട്ട് 2 വിവാഹവും ഒരേ പന്തൽ വെച്ച് നടത്തും.